എന്തുവാ ഫുൾ നൊസ്റ്റാൾജി ആണല്ലോ രാവിലെ തന്നെ. നീ നിന്റെ മോളുടെ പ്രായത്തിൽ ഇരുന്ന ഫോട്ടോസാണ് അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇത്ര നൊസ്റ്റാൾജിക് അല്ലേ. ഇതിലിപ്പോ ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്, അച്ചാമ്മയുണ്ട്. ഇതിലിപ്പോ എത്ര മാസം എനിക്ക്? 7 മാസമായി. 7 മാസം. അപ്പൊ ഇപ്പൊ നാരായണിയുടെ സമയം ഭയങ്കര ഒരു വിന്റേജ് ലുക്കിലാണല്ലേ. അതെ. അമ്മയുടെ പഴയ ഫോട്ടോ. എടാ അപ്പു, നീ എവിടെയാ? ഫ്രീ ആണല്ലോ അല്ലേ? എടാ എനിക്ക് ഒരു ഷൂട്ട് ചെയ്യണം. അത് ചെറിയൊരു ഷൂട്ടാണ്, വീട്ടിൽ തന്നെ. പക്ഷെ അത് അമ്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അമ്മയുടെ ഒരു കുഞ്ഞ് സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നൊരു ഷൂട്ട്. കൂടുതൽ ഡീറ്റെയിൽ നിങ്ങൾ വാ, ഞാൻ പറയാം. നീ തന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തോ. ഒരു ചെറിയ ട്രെയിനും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞ് ഷൂട്ട്. ഞാൻ തന്നെ മേക്കപ്പ് ഒക്കെ ചെയ്യാം. നീ വാ, നിന്നെ എല്ലാട്ടാണ്. ശരിടാ. അതെ, എന്തോ പറയാനുണ്ടല്ലോ. ഒരു ഐഡിയ ക്യാൻ ചേഞ്ച് ദ ലൈഫ് എന്നാണല്ലോ. ഇന്ന് രാവിലെ മുതൽ അമ്മ ഭയങ്കര സെന്റിയാണ്. അതായത് എന്റെയും അച്ഛന്റെയും അമ്മയുടെയും അച്ചാമ്മയുടെയും കൂടെ 40 വർഷത്തിന് മുമ്പത്തെ ഒരു ഫോട്ടോ എടുത്തു വെച്ച്. അതായത് എനിക്ക് 7 മാസം, അതായത് നമ്മുടെ നാരായണിയുടെ ടൈം. ആ ഒരു ഫോട്ടോയും കൊണ്ട് അമ്മ ഇങ്ങനെ ഇരിക്കാം. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി, അതൊന്ന് റീക്രിയേറ്റ് ചെയ്താലോ. ഞാൻ അച്ഛന്റെ സ്ഥാനത്ത്, നീ അമ്മയുടെ സ്ഥാനത്ത്, അമ്മ അച്ചാമ്മയുടെ സ്ഥാനത്ത്, നാരായണി എന്റെ സ്ഥാനത്ത്. അടിപൊളി ഐഡിയ അല്ലേ? അത് സൂപ്പർ ആയിരിക്കും. അപ്പൊ അമ്മയ്ക്കും ഒരു ഹാപ്പിനെസ് ആവും ചെയ്ത് കഴിയുമ്പോൾ. ഉറപ്പായിട്ടും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ഇന്നത്തെ ദിവസം നമുക്ക് ഇറക്കിയാലോ? ഡീൽ. അപ്പൊ എന്റെ മേക്കപ്പ് കൊണ്ട് നിനക്ക് ബാ. അമ്മയുടെ സെറ്റ് മുണ്ടുണ്ടോ അമ്മയ്ക്ക്? അപ്പൊ ബാ. ഓ, നിന്റെ മേക്കപ്പാണ് എന്റെ മേക്കപ്പിലെ ഏറ്റവും വലിയ ടാസ്ക്. അമ്മ, ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ്. അതെ, അമ്മ പോയി ഷെറിൽ അമ്മയ്ക്ക് ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വാ. എന്നാ പോയിട്ടോ. അപ്പൊ എന്തായാലും ഇതൊരു 80s ലുക്കിലാണ് ഇപ്പൊ ഞാൻ ഇറക്കിയിരിക്കുന്നത്. അമ്മയും 80s ഈ ഒരു ലുക്കിന് നിന്നപ്പോ. അപ്പൊ അമ്മയ്ക്കും സന്തോഷമാവും. ഇതൊക്കെയായിരുന്നു അമ്മയുടെ മാലയാണിത്. അമ്മയുടെ ലുക്കാണ്. അമ്മ ഇതേണത്തെ വലിയ പൊട്ടായിരുന്നു. അമ്മ ഇതേണക്കായിരുന്നു ഹെയർ ഒക്കെ ചെയ്തത് കേട്ടാ. സോ അമ്മയ്ക്ക് സന്തോഷമാവട്ടെ. അമ്മ ആ ഒരു സമയത്ത് ഇതേണക്കായിരുന്നു കേട്ടാ. ഇങ്ങനത്തെ ഒരു ഈ മാല അമ്മയ്ക്ക് അന്ന് എനിക്ക് ഓർമ്മ വെച്ചത് പോലെ അമ്മയ്ക്കുണ്ട് ഈ മാല. അപ്പൊ അതുകൊണ്ട് അതെല്ലാം വെച്ചിട്ട് തന്നെ ഞാനിത് കണക്ട് ആക്കുന്നത്. അപ്പൊ ഞാൻ അമ്മയെ വിളിക്കട്ടെ ഇനി. അമ്മ, അമ്മ വാ. എങ്ങനെയുണ്ട് അമ്മയുടെ റീക്രിയേഷൻ? നോക്കണ്ട്. അമ്മ ഇങ്ങനെയായിരുന്നു കൊച്ചിലേക്ക് നമ്മുടെ ചെറുപ്പത്തിൽ ഇരിക്കുന്നത്. ഇതെല്ലാം അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ഒരു ഷൂട്ട് വെക്കുന്നത് വരെ. ഞാൻ ഇന്നിപ്പോൾ എൻ്റെ അച്ഛൻ്റെ വാച്ചാണ്. ഇപ്പം അച്ഛൻ്റെ ഓർമ്മയ്ക്ക് എനിക്ക് കിട്ടിയത് എൻ്റെ അച്ഛൻ്റെ വാച്ചാണ് അല്ലേ അമ്മ?
അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്ത ഈ ഒരു ഷൂട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയും ഒത്തിരി അമ്മമാർക്ക് വേണ്ടി എല്ലാ മക്കൾക്കും ഇതുപോലത്തെ ഷൂട്ട്സ് ഒക്കെ ചെയ്യാം അല്ലേ അമ്മ? നമുക്ക് ഇനി ഈ ഫോട്ടോ ഞാൻ ശരിയാക്കി തരാം കേട്ടോ. അടിപൊളിയാണ്. അമ്മേനെ ഞാൻ ഇവിടെ ഇരുത്തി, ഞാൻ എന്നിട്ട് ഇവിടെ നിന്ന് ഇതാണ് ഈ ഒരു ഫോട്ടോ. അമ്മയ്ക്ക് ഇത് ഓർമ്മയുണ്ടോ ഈ ഫോട്ടോ എപ്പോഴും എടുത്തത്? അപ്പോൾ താങ്ക് യു സോ മച്ച് ക്രിസ്റ്റൽ വാൾ ആർട്ട്. അതുപോലെ തന്നെ അവരുടെ രണ്ട് സ്ഥാപനമായിട്ടാണ്, ഒന്ന് തന്നെയാണ് ക്രിസ്റ്റൽ വാൾ ആർട്ടും അതിനൊക്കെ തന്നെ അമേസ് ആഡ്സ്. ഇത് രണ്ടും കായംകുളം ഏരിയയിലുള്ളതാണ്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ഞങ്ങൾക്ക് ഒരേപോലെ തന്നെ ചെയ്തു തന്നു. അപ്പോൾ അമ്മയ്ക്ക് ഹാപ്പി ആണല്ലോ. ഇത് നമ്മുടെ കളർ വെർഷൻ.